ഫ്രീഡം വേൾഡ്. നമ്മളെല്ലാവരും ഒരു തവണയെങ്കിലും വിമാനത്തിൽ യാത്ര ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും അപകടകരമായ 10 വിമാനത്താവളങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10, ബാര എയർപോർട്ട്. സ്കോട്ട്ലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിമാനത്താവളം ടൈഡൽ ബീച്ച് റൺവേ ആയി ഉപയോഗിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു വിമാനത്താവളമാണ്. 1936 തുറന്ന ഇത് ഇവിടുത്തെ ആദ്യത്തെ വിമാനം ഡി ഹാവലൻഡ് ഡ്രാഗൺ ആയിരുന്നു. ഗ്ലാസ്ഗോയിലേക്ക് മാത്രമാണ് ഇവിടുത്തെ വിമാനങ്ങൾ പറക്കുന്നത്. ഇവിടുത്തെ റൺവേകൾ കടലിനോട് വളരെ അടുത്ത് ചേർന്ന് നിൽക്കുന്നതിനാൽ അപകട സാധ്യത കൂടുതലാണ്. നമ്പർ 9, ടോം ഗോണ്ടിൻ എയർപോർട്ട്. ഹോണ്ടുറാസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സിവിൽ മിലിറ്ററി വിമാനത്താവളമാണ് ഇത്. എല്ലാ വിമാനങ്ങൾക്കും പ്രത്യേകിച്ച് പ്രതികൂല കാലാവസ്ഥയിൽ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിമാനത്താവളമായി ഇതിനെ കണക്കാക്കുന്നു. പർവ്വത പ്രദേശം അടുത്തായതുകൊണ്ട് തന്നെ റൺവേയിലേക്കുള്ള ഇറക്കം വളരെ അപകടകരമാണ്. യാത്ര എളുപ്പമാക്കാൻ ഒരു കുന്നിൻ ചെരുവിൽ ഒരു വലിയ ഭാഗം ബുൾഡോസർ ഉപയോഗിച്ച് നീക്കിക്കളഞ്ഞു. നമ്പർ 8, റോയ് ടാക് എയർപോർട്ട്. 1925 മുതൽ 1998 വരെ ഹോങ്കോങ്ങിലെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമായിരുന്നു കൈടാക് വിമാനത്താവളം. 1925 ജനുവരി 25 തുറന്നു കിട്ടിയ ഈ വിമാനത്താവളം 1998 ജൂലൈ 6 അടച്ചുപൂട്ടി. റൺവേയുടെ 3 വശങ്ങളിലും വെള്ളക്കെട്ടുള്ളതും വിമാനത്താവളത്തിന്റെ വടക്ക് കിഴക്ക് 2000 അടി ഉയരമുള്ള പർവ്വതങ്ങളും ഉള്ളതിനാൽ ലാൻഡിങ്ങും പറക്കലും അത്ര എളുപ്പമല്ല. നമ്പർ 7, ടെൻസിംഗ് ഹില്ലാരി എയർപോർട്ട്. ലുക്ല വിമാനത്താവളം എന്നറിയപ്പെടുന്ന ഇത് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ആഭ്യന്തര വിമാനത്താവളവും ആർട്ടിപോർട്ടിലുമാണ് ഈ വിമാനത്താവളം. 20 വർഷത്തിലേറെയായി ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിമാനത്താവളമായി അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇത് ലോകമെമ്പാടും പ്രശസ്തി നേടി. മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള ട്രെക്കിങ്ങിന് തുടക്കം കുറിക്കുന്നത് ഇവിടെയാണ്. നമ്പർ 6, ജിബ്രാൾട്ടർ എയർപോർട്ട്. ജിബ്രാൾട്ടർ എയർപോർട്ട് ബ്രിട്ടീഷ് വിദേശ പ്രദേശമായി സേവനം നൽകുന്ന സിവിലിയൻ വിമാനത്താവളമാണ്. ഹിസ്റ്ററി ചാനൽ പ്രോഗ്രാം മോസ്റ്റ് എക്സ്ട്രീം എയർപോർട്ട്സ് വിമാനത്താവളത്തെ ലോകത്തിലെ ഏറ്റവും തീവ്രമായ 5ാമത്തെ വിമാനത്താവളമായി റാങ്ക് ചെയ്തു. ശൈത്യകാലത്ത് ലാൻഡിംഗ് വളരെ ബുദ്ധിമുട്ടാണ്. വിമാനത്താവളത്തിൽ ബ്രിട്ടീഷ് എയർഫോഴ്സും സേവനം നൽകുന്നു. നമ്പർ 5, മദീര എയർപോർട്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നും ഇത് അറിയപ്പെടുന്നു. ഒരു വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ മദീരയുടെ പ്രാധാന്യം കാരണം ഇത് പ്രധാനമായി മെട്രോപൊളിറ്റൻ നഗരങ്ങളിലേക്കാണ് സർവീസ് നടത്തുന്നത്. പോർച്ചുഗലിലെ ഏറ്റവും തിരക്കേറിയ 4ാമത്തെ വിമാനത്താവളമാണ് ഇത്. ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിമാനത്താവളങ്ങളിൽ ഒന്നുമാണ്. നമ്പർ 4, പ്രിൻസസ് ജൂലിയാന എയർപോർട്ട്. കരീബിയൻ ദ്വീപായ സെന്റ് മാർട്ടിലെ പ്രധാന വിമാനത്താവളമാണ് ഇത്. 2ാം ലോക മഹായുദ്ധകാലത്ത് 1942 US മിലിറ്ററി എയർ സ്ട്രിപ്പ് എന്ന നിലയിലാണ് വിമാനത്താവളം ആരംഭിച്ചത്. 1943 ഡിസംബർ 3 ആദ്യത്തെ വാണിജ്യ വിമാനം ഇവിടെ ഇറങ്ങി. 2017 ചുഴലിക്കാറ്റിൽ വിമാനത്താവളത്തിൽ ഒരുപാട് നഷ്ടമുണ്ടായി. നമ്പർ 3, പാരോ എയർപോർട്ട്. ഭൂട്ടാനിലെ 4 വിമാനത്താവളങ്ങളിൽ ഏക അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇത്. പാരോയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ പാരോച്ചു നദിയുടെ തീരത്തുള്ള ആഴമേറിയ താഴ്വരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 5500 മീറ്റർ വരെ ഉയരമുള്ള ചുറ്റും കൊടിമുടികളുള്ള ഇത് ലോകത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വിമാനത്താവളങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. നമ്പർ 2, കോർച്ചവൽ എയർപോർട്ട്. ഫ്രഞ്ച് ആൽപ്സിലെ ഒരു സ്കീ റിസോർട്ടായ കോർച്ചവലിൽ സേവനം നൽകുന്ന ഒരു എയർപോർട്ടാണ് ഇത്. ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിമാനത്താവളമാണ് ഇത്. ഇവിടെ വളരെ ചെറുതും കുത്തനെയുമുള്ള ചെരിവുള്ളതുമായ റൺവേ ആണ്. പ്രത്യേകമായി ട്രെയിനിങ് ചെയ്ത പൈലറ്റുമാർക്ക് മാത്രമേ ഇവിടെ ജോലി ലഭിക്കുകയുള്ളൂ. ഹിസ്റ്ററി ചാനൽ ഈ വിമാനത്താവളത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്പർ 1, ലുക്ല എയർപോർട്ട്. ടെൻസിംഗ് ഹിലാരി എന്നും ഈ വിമാനത്താവളം അറിയപ്പെടുന്നു. ഇത് നേപ്പാളിലെ ഒരു ആഭ്യന്തര വിമാനത്താവളവും ആർട്ടിപോർട്ടുമാണ്. ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിമാനത്താവളമായി പലരും ഇതിനെ കണക്കാക്കുന്നതിനാൽ ഈ വിമാനത്താവളം വളരെ ജനപ്രിയവും കൂടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.